ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം രൂക്ഷമാകുന്നു. കപ്പലുകളുടെ യാത്ര മുടങ്ങുന്നു, ചരക്കുകൂലി ഉയരുന്നു. ഗൾഫ് മേഖലയെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ഓരോന്നും ആശങ്കയിലാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി കണ്ടെത്തുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ വളം ഇറക്കുമതിയിൽ വലിയൊരു മാറ്റം കാണുന്നത്. വർഷങ്ങളായി ഗൾഫ് മേഖലയെ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇന്ത്യ പ്രതിസന്ധി വന്നപ്പോൾ വെറുതെ നോക്കി നിൽക്കുകയല്ല ചെയ്തത്. ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ശ്രദ്ധ തിരിച്ചു. അതായത് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം ഇന്ത്യയുടെ കൃഷിയെ ബാധിക്കാതിരിക്കാൻ വിതരണത്തിന്റെ മറ്റൊരു വാതിൽ തുറന്നു. എവിടെയാണ് മോദി സർക്കാരിന്റെ തീരുമാനമെടുക്കൽ രീതിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്? ഒരു പ്രതിസന്ധി വന്നാൽ ഭയന്ന് പിന്നോട്ട് പോകുക എന്നതല്ല മോദി സർക്കാരിന്റെ സമീപനം എന്ന് പറയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണമാണ് ഈ നീക്കം. ഒരു വിതരണ പാതയിൽ പ്രശ്നമുണ്ടായാൽ അതേ പാത ശരിയാകുന്നതുവരെ കാത്തിരിക്കാതെ മറ്റൊരു വിപണി കണ്ടെത്തുക, മറ്റൊരു രാജ്യവുമായി ബന്ധം സ്ഥാപിക്കുക, വിതരണ ശൃംഖല തന്നെ വൈവിധ്യവൽക്കരിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്ത്യയുടെ കൃഷിക്ക് യൂറിയ എത്രത്തോളം പ്രധാനമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. വളത്തിന്റെ ലഭ്യതയിൽ ചെറിയൊരു തടസ്സം പോലും കർഷകരുടെ ചെലവിനെയും വിളവിനെയും ഒടുവിൽ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷയെയും വരെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ യുദ്ധഭീതിയിലുള്ള ഒരു മേഖലയിൽ നിന്ന് മാത്രം വളം ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്നത് വലിയ അപകടമാണ്. ഇന്ത്യ അത് തിരിച്ചറിഞ്ഞു. മോദി സർക്കാർ അത് തിരിച്ചറിഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ കണക്കുകൾ അതിന് തെളിവാണ്. ഏകദേശം 25 ലക്ഷം ടൺ യൂറിയയാണ് ഇന്ത്യ ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത്. അതിൽ വലിയൊരു പങ്ക് പുതിയ വിതരണക്കാരിൽ നിന്നാണ് എത്തിയത്. ഈജിപ്തിൽ നിന്ന് മാത്രം 6 ലക്ഷം ടൺ യൂറിയ ഇന്ത്യയിലെത്തി. അൾജീരിയയിൽ നിന്ന് 2 ലക്ഷം ടണ്ണും നൈജീരിയയിൽ നിന്ന് 2 ലക്ഷം ടണ്ണും എത്തി. ജോർജിയയിൽ നിന്ന് 2 ലക്ഷം ടണ്ണും ലഭിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ഇതേ ആദ്യ പാദത്തിൽ ഈ 4 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ 1 ടൺ യൂറിയ പോലും ഇറക്കുമതി ചെയ്തിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ കണക്ക്. എന്നാൽ ഇപ്പോൾ അതേ രാജ്യങ്ങൾ ഇന്ത്യയുടെ വളം വിതരണ ശൃംഖലയിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുകയാണ്. അതായത് ഒരു രാത്രി കൊണ്ട് ഇന്ത്യ പുതിയൊരു വിതരണ സംവിധാനം സൃഷ്ടിച്ചെന്നല്ല, പക്ഷേ ആഗോള സാഹചര്യം മാറിയപ്പോൾ ഇന്ത്യയുടെ വാങ്ങൽ തന്ത്രവും മാറി. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വ്യാപാര പാതകളിൽ ഒന്നാണ്. ആ മേഖലയിൽ സംഘർഷമുണ്ടാകുമ്പോൾ എണ്ണയുടെയും വാതകത്തിന്റെയും മാത്രമല്ല വിവിധ ചരക്കുകളുടെയും ഗതാഗത ചെലവ് ഉയരാം. കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവ് കൂടാം. കപ്പലുകൾക്ക് കൂടുതൽ സമയമെടുക്കാം. ഷിപ്പിംഗ് ഷെഡ്യൂളുകൾ മാറാം. അതിന്റെ ആഘാതം വളം പോലുള്ള തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളിലും ഉണ്ടാകും. ഇന്ത്യയുടെ യൂറിയ, ഫോസ്ഫേറ്റ് വളം ഇറക്കുമതിയുടെ വലിയൊരു വിഹിതം മുൻപ് ഗൾഫ് മേഖലയെ ആശ്രയിച്ചിരുന്ന സാഹചര്യത്തിൽ ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത്? ഗൾഫിനെ ശത്രുവാക്കി മാറ്റുകയല്ല, ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയുമല്ല. പകരം ഒരു വിതരണ മേഖലയിൽ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ്. ഇതാണ് വ്യത്യാസം. ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുകയാണ്. ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ വളം നിർമ്മാതാക്കളിൽ നിന്ന് ഇന്ത്യ യൂറിയ വാങ്ങുന്നു. ഈജിപ്തിലെ മോപ്കോ, അബൂഗീർ, അൾജീരിയയിലെ സോർഫർട്ട്, നൈജീരിയയിലെ ദാംകോട്ട, ഇലീമെ തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള വിതരണത്തിൽ പങ്കാളികളാകുകയാണ്. ഇതൊരു സാധാരണ ഇറക്കുമതി വാർത്തയായി മാത്രം കണ്ടാൽ ഈ നീക്കത്തിന്റെ വലുപ്പം മനസ്സിലാകില്ല. കാരണം ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ന് ഒരു കപ്പൽ എത്തിക്കുക എന്നതിൽ ഒതുങ്ങുന്നില്ല. നാളെ ഒരു മേഖലയിൽ യുദ്ധമുണ്ടായാലും മറ്റൊരു മേഖലയിൽ നിന്ന് ചരക്ക് എത്തിക്കാൻ കഴിയണം. ഇന്നൊരു രാജ്യത്ത് ഉൽപാദനം കുറഞ്ഞാലും മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങാൻ കഴിയണം. ഒരു ഷിപ്പിംഗ് റൂട്ട് തടസ്സപ്പെട്ടാലും മറ്റൊരു റൂട്ടിലൂടെ എത്തിക്കാൻ കഴിയണം. അതായത് ഇന്ത്യയുടെ വിതരണ ശൃംഖലയിൽ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഇവിടെയാണ് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി എന്ന സമീപനം പ്രസക്തമാകുന്നത്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു വ്യാപാര പാത തടസ്സപ്പെട്ടാൽ മതി എന്ന സാഹചര്യം കുറയ്ക്കുകയാണ് ഈ തന്ത്രം. ഇത് വളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോള പ്രതിസന്ധികൾ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണിത്. കോവിഡ് കാലത്ത് വിതരണ ശൃംഖല തകർന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ ഊർജ്ജ വിലയും ചരക്ക് വിലയിലും വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പുതിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ 2 വഴികളായിരുന്നു. ഒന്നാമത് പഴയ വിതരണ ശൃംഖല ശരിയാകുന്നതുവരെ കാത്തിരിക്കുക. രണ്ടാമത്തത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കി പുതിയ വിതരണക്കാരെ കണ്ടെത്തുക. ഇന്ത്യ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു വശവുമുണ്ട്. ഇത് സൗജന്യമായി കിട്ടുന്ന പരിഹാരമല്ല. ആഗോള വിപണിയിൽ വളത്തിന്റെ വില ഉയരുകയാണ്, ഗതാഗത ചിലവും ഉയരുകയാണ്. അതിന്റെ സാമ്പത്തിക ഭാരം ഒടുവിൽ സർക്കാരിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളം സബ്സിഡി വലിയ തോതിൽ ഉയരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കർഷകന് വളത്തിന്റെ വില പെട്ടെന്ന് ആഗോള വിപണിയുടെ മുഴുവൻ ആഘാതവും
ഭാരതവും ഏറ്റുവാങ്ങേണ്ടി വരാതിരിക്കാനാണ് സർക്കാർ സബ്സിഡി സംവിധാനത്തിലൂടെ ഇടപെടുന്നത്. ഗൾഫ് രാജ്യങ്ങളെ വെട്ടി ഇന്ത്യ ആഫ്രിക്കയിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഒരു രാഷ്ട്രീയ നീക്കമായി മാത്രം കാണേണ്ടതില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു സാമ്പത്തികവും തന്ത്രപരമായ കണക്കുകൂട്ടലുകളുണ്ട്. ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇന്നും പ്രധാനപ്പെട്ട വ്യാപാര ഊർജ പങ്കാളികളാണ്. എന്നാൽ അതോടൊപ്പം ഈജിപ്തുമായും അൾജീരിയയുമായും നൈജീരിയയുമായും ഒക്കെ പുതിയ വിതരണ ബന്ധങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അതാണ് ഒരു വലിയ രാജ്യത്തിന്റെ ശക്തി. ഒരു രാജ്യത്തോട് മാത്രം ആശ്രിതമാകാതെ പല രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുക, ഒരു കടൽപാത മാത്രം ആശ്രയിക്കാതെ പല പാതകൾ കണ്ടെത്തുക, ഒരു വിപണി മാത്രം ആശ്രയിക്കാതെ പല വിപണികളിൽ നിന്ന് വാങ്ങുക. ഇത് തന്നെയാണ് സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് ഇത് മോദിയാണ് എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് അപ്പുറത്തേക്ക് നോക്കിയാലും ഇവിടെ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര സാമ്പത്തിക തന്ത്രം തന്നെയാണ്. മോദി വിമർശകർക്ക് സബ്സിഡി ചെലവ് കുത്തനെ ഉയരുന്നതിനെ ചോദ്യം ചെയ്യാം. രണ്ടും ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം നിഷേധിക്കാൻ കഴിയില്ല, പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യയുടെ വാങ്ങൽ ഭൂപടം മാറി. ഇന്നലെ വരെ യുറേക്ക് വലിയ തോതിൽ ആശ്രയിക്കാത്ത രാജ്യങ്ങൾ ഇന്ന് പ്രധാന വിതരണക്കാരായി മാറി. ഇന്നലെ വരെ ഒരു മേഖലയെ ആശ്രയിച്ചിരുന്ന ഇറക്കുമതി സംവിധാനം ഇന്ന് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നാളെ ഹോർമോസിൽ വീണ്ടും പ്രശ്നമുണ്ടായാലും ഇന്ത്യക്ക് കയ്യിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ നീക്കം ശ്രദ്ധിക്കേണ്ടത്. ഇത് വെറും 11 ലക്ഷം ടൺ യൂറിയയുടെ കഥയല്ല. ഇത് ഇന്ത്യയുടെ ഒരു വഴി അടഞ്ഞാൽ രാജ്യം നിൽക്കുമെന്ന പഴയ ഭയത്തിൽ നിന്ന് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്ന തന്ത്രത്തിലേക്കുള്ള മാറ്റത്തിന്റെ കഥയാണ്. അമേരിക്ക ആയാലും ചൈനയായാലും പാകിസ്ഥാനായാലും ഗൾഫ് രാജ്യങ്ങളായാലും ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിനനുസരിച്ച് ആരിൽ നിന്ന് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, ഏത് വഴി കൊണ്ടുവരണം എന്നതിൽ ഇന്ത്യക്ക് പരമാവധി ഓപ്ഷനുകൾ വേണം. അതുതന്നെയാണ് ഒരു വലിയ രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വാതന്ത്ര്യം. ഹോർമൂസിലെ സംഘർഷം ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. വളത്തിന്റെ വില ഉയരുന്നത് വെല്ലുവിളിയാണ്. സബ്സിഡി ഭാരം ഉയരുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. എന്നാൽ അതിനിടയിലും കർഷകന് വളം കിട്ടണമെന്ന അടിസ്ഥാന ലക്ഷ്യം മാറ്റിവെക്കാതെ പുതിയ വിതരണക്കാരെ കണ്ടെത്തി മുന്നോട്ട് പോകുകയാണ് നമ്മുടെ ഇന്ത്യ. ഒരു കടൽപാത തടസ്സപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വാങ്ങൽ തന്ത്രം മുഴുവൻ മാറി. ഒരു മേഖലയിൽ അപകട സാധ്യത കൂടിയപ്പോൾ ഇന്ത്യ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് നോക്കി. ഒരു വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം ഇന്ത്യ പല വാതിലുകളും തുറന്നു. ഇതാണ് വലിയ രാജ്യങ്ങൾ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന രീതി. കാരണം ഒരു വഴി അടഞ്ഞാൽ വഴി അടഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്, മറ്റൊരു വഴി കണ്ടെത്തണം. ഇന്ത്യ ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ വലിയ ശക്തികൾ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് നോക്കി നിൽക്കുമ്പോൾ ഇന്ത്യ ഇതിനകം തന്നെ അടുത്ത നീക്കം നടത്തിയിരിക്കുന്നു. ട്രംപിന്റെ അമേരിക്കയ്ക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട്, പാകിസ്ഥാന് സ്വന്തം കണക്കുകളുണ്ട്, ചൈനയ്ക്ക് വേറൊരു കണക്കുണ്ട്, ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കണക്ക് കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങൾ എന്ത് ചെയ്യും എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നതാണ് ഇന്ത്യയുടെ മറുപടി. ട്രംപിനെ തന്നെ നോക്കൂ. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നാൽ ലോകം മുഴുവൻ അമേരിക്കൻ തീരുമാനങ്ങളിലേക്ക് നോക്കും. വ്യാപാരം, എണ്ണ, പ്രതിരോധം, ഉപരോധം എല്ലാത്തിലും അമേരിക്കയുടെ നീക്കം വലിയ വാർത്തയാക്കും. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഓരോ വിഷയത്തിലും വാഷിംഗ്ടണിലേക്ക് നോക്കി നിൽക്കുന്ന കാലമല്ല. അമേരിക്കയുമായി ബന്ധം വേണം, ബന്ധം ശക്തമാക്കും. ഗൾഫുമായി ബന്ധം വേണം, ഗൾഫുമായി ബന്ധം ശക്തമാക്കും. ആഫ്രിക്കയിൽ നിന്ന് വളം വാങ്ങേണ്ടി വന്നാൽ ആഫ്രിക്കയിലേക്ക് പോകും. റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് താല്പര്യമുള്ള സാധനങ്ങൾ ലഭിക്കുമെങ്കിൽ അവിടെയും ബന്ധം തുടരും. അതായത് ട്രംപ് അമേരിക്കയുടെ കണക്ക് നോക്കട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ കണക്കും നോക്കും. എന്തായാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ പതറി നിൽക്കുന്ന ഒരു ഭരണാധികാരിയല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ത്യക്ക് എന്താണോ ആവശ്യം അത് തന്ത്രപരമായ നീക്കത്തിലൂടെ ഒരു ദീർഘവീക്ഷണം എന്ന് തന്നെ ഇതിനെ പറയാം. കാരണം ഒരു രാജ്യത്തെ തന്നെ ആശ്രയിക്കാതെ മറ്റു മേഖലകളിലേക്ക് ഇന്ത്യക്ക് ആവശ്യമായ സാധനങ്ങൾ ഏത് വിധേയയും ഇവിടെ എത്തിക്കാവുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത്. ഇത് മറ്റു രാജ്യങ്ങളെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കമല്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിന് എന്താണോ ആവശ്യം അത് ഇവിടെ എത്തിക്കണം എന്നതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.